ഈ ആഴ്ചകളിൽ കാനഡ ഗവൺമെൻറ് ഇവിടെയുള്ള ഇമിഗ്രൻസിന് അത്ര തന്നെ ഫേവറബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അനൗൺസ് ചെയ്യുണ്ടായി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയമൊക്കെ വേണമെങ്കിൽ പറയാം, ആ സമയത്ത് PR-ന് ഒരുപാട് പാത്വേസ് കാനഡ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പാത്വേ ഒക്കെ വഴി കുറേ നല്ല ആളുകൾ കയറി വരികയും അതിൻ്റെ ഒപ്പം തന്നെ വേറെയും കുറേ ഇമിഗ്രൻസ് കാനഡയിലേക്ക് വരികയും ചെയ്തു. ഈ അടുത്ത് ബീച്ചിൽ വന്നിട്ട് 2 ഇമിഗ്രൻസിനെ പിടിച്ചു. അതായത് അവർ മലവിസർജനം ചെയ്തിട്ടാണ് പിടിച്ചത്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40ഓളം വരുന്ന വിദ്യാർത്ഥികൾ പോലീസിൻ്റെ അടുത്ത് തട്ടിക്കയറുന്നു. ഇവിടെ വന്നിട്ട് അവർ മാക്സിമം ഇവിടെയുള്ള ആളുകളെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്ന ഓഫീസേഴ്സാണ്. അവരുടെ മുന്നോട്ട് കയറികൾ തട്ടിക്കയറാണ് ഏകദേശം ഒരു 10-40 വിദ്യാർത്ഥികൾ. അതുകൂടാണ്ട് സ്ഥിരമായിട്ട് ഏകദേശം 1-2 വർഷമായിട്ട് കാനഡയിൽ നടക്കുന്ന വേറെ സംഭവമാണ് കാർ തെഫ്റ്റ്. ഈ കാർ തെഫ്റ്റ് ചെയ്യണ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും ആഫ്രിക്കൻ കൺട്രീസ് എന്നുള്ളവരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്. ഇവരൊക്കെ കാരണം എന്താ പറയുക, നമ്മളോടുള്ള മനോഭാവമുണ്ട്. അതായത് ഇവിടെയുള്ള സിറ്റിസനായിട്ടുള്ളവരും അല്ലെങ്കിൽ PR ഹോൾഡേഴ്സുമായിട്ടുള്ള വ്യക്തികൾക്ക് നമ്മളോട് കാണിക്കുന്നൊരു മനോഭാവമുണ്ട്. അതിന് ഭയങ്കര ഭംഗം വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ വേർ യു ഫ്രം എന്ന് ചോദിച്ചാൽ ഐ എം ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഹാപ്പിയോട് കൂടിയിട്ട് നമ്മളോട് ചോദിക്കും, നീ എവിടെ നിന്നാണ്, എന്താണ്, വളരെ ക്യൂരിയസ് ആയിരുന്നു അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. ഇന്ന് അതേപോലെ നമ്മൾ ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, കാരണം ഞാനും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. നമ്മളോട് ചോദിക്കുകയാണ് നീ എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ത്യയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇന്ത്യയിൽ നിന്നാണല്ലേ, ആ ഒരു കണ്ണോട് കൂടിയിട്ടാണ് നോക്കണത്. നമ്മളൊരു ബോർഡറിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടെയുള്ള നാഷണാലിറ്റീസ്, അത് ഇവിടെയുള്ള സിറ്റിസണും ഇവിടെയുള്ള PR ഹോൾഡേഴ്സിനൊന്നും വേണ്ടത്ര രീതിയിൽ ഈ ട്രൂഡോ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ സത്യം പറഞ്ഞാലുണ്ട്. പണ്ട് ഈ രാജ്യം അങ്ങനെയല്ലായിരുന്നു. ഇവിടെ വരുന്ന ഇമിഗ്രൻസിനൊക്കെ അവർ വളരെ കാര്യമായിട്ട് പരിഗണിക്കുമായിരുന്നു. ഇപ്പോൾ ആ ഒരവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ ഇങ്ങനെ ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ബോധിപ്പിക്കാനുണ്ട്, ഞാൻ വേണ്ട രീതിയിലൊക്കെ നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ ഏകദേശം പുറത്തുനിന്നുള്ള ഇമിഗ്രൻസിനൊക്കെ പയ്യെ നിർത്താൻ പോവുകയാണ്, അധികം ഇമിഗ്രൻസിനൊന്നും ഈ നാട്ടിലേക്ക് കയറ്റുന്നില്ല എന്ന് പെട്ടെന്ന് അവർക്ക് ഷോക്കേസ് ചെയ്യണം. കാരണം പെട്ടെന്ന് ഈ ഷോക്കേസ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതുകൊണ്ടായേക്കാം ഇമിഗ്രേഷൻ പാത്വേയിൽ ഈ പെട്ടെന്നുള്ള കുറേ റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇമിഗ്രേഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചേഞ്ച് വന്നിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഞങ്ങൾ ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് ഒന്നുമല്ല. ഞങ്ങൾ ഇമിഗ്രേഷൻ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് വ്യക്തികൾ മാത്രമാണ്. നമ്മൾ പണ്ട് നാട്ടിലായിരുന്ന സമയത്ത് കാനഡയിലേക്ക് വരാനുള്ള ആഗ്രഹമൊക്കെ മൂത്ത് നമ്മൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നമ്മുടെ തലയിലേക്ക് അങ്ങനെ പെട്ടെന്ന് കയറത്തില്ല. പക്ഷേ ആ സമയത്ത് നമ്മളൊരു ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു ഹ്യൂജ് ഫീസൊക്കെ പറഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ തന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു വട്ടം കാനഡയിൽ എത്തിയ ശേഷം ഇതിനെ പറ്റിയിട്ട്, അതായത് ഇമിഗ്രേഷനെ പറ്റിയിട്ട് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ അത് നമുക്ക് ഒരു ആളോട് ഒരു ഇമിഗ്രേഷൻ എന്താണെന്നുള്ളത് വളരെ സാധാരണക്കാരന് അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ കാനഡ മലയാളിട എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. ഞങ്ങൾ ആ സമയത്തൊക്കെ എക്സ്പ്രസ് എൻട്രി, PNP, AIP, RNIP അങ്ങനെ ഏത് തരം പ്രോഗ്രാം ആയിക്കോട്ടെ, ആ പ്രോഗ്രാമിനൊക്കെ പറ്റി ഞങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരുന്ന ചിലവ് എന്തൊക്കെയാണ്, നിങ്ങൾ കടന്നു പോകേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ധാരാളം വീഡിയോകൾ ചെയ്തുകൊണ്ടായി. ഒരു ഇമിഗ്രൻ്റായിട്ട് കാനഡയിലേക്ക് എത്തിയ ശേഷം നിങ്ങൾക്കൊരു ജോലി ലഭിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കാനഡയിലെ ജോബ് മാർക്കറ്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണ്, നിങ്ങളുടെ റെസ്യൂമെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം മുതലായ കാര്യങ്ങളെ പറ്റിയിട്ട് ഞങ്ങൾ ധാരാളം വീഡിയോകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാനഡയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു അവർ ചാനൽ കാനഡ മലയാളിട. 2020 കാനഡ ഗവൺമെൻറ് പുതിയൊരു ഇമിഗ്രേഷൻ പാത്വേ കൊണ്ടുവരികയുണ്ടായി. അതായത് നമുക്ക് നാട്ടിൽ നിന്ന് ഒരു വിസിറ്റിംഗ് വിസയിൽ കാനഡയിലേക്ക് വരുന്നു, വന്ന ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിൽ നിങ്ങൾക്കൊരു ജോബ് ഓഫർ ലഭിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിസിറ്റിംഗ് വിസ എന്നുള്ളത് ഒരു വർക്ക് പെർമിറ്റിലേക്ക് കൺവേർട്ട് ആവുന്നു. അത് അന്ന സമയത്ത് വളരെ എളുപ്പമായിട്ടൊരു പാത്വേ ആയിരുന്നു. കാരണം അന്നൊരു സ്റ്റുഡൻറ്റ് വിസ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വിസ ആയിക്കോട്ടെ, അത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ആ സമയത്തായിരുന്നു കാനഡ ഗവൺമെൻറ് നിങ്ങൾക്ക് ഇവിടെ വിസിറ്റിംഗ് വിസയിൽ വരാം, വന്ന ശേഷം നിങ്ങൾക്ക് ഇവിടെ ജോലി കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് ഒരു ക്ലോസ്ഡ് വർക്ക് പെർമിറ്റ്, അത് LMI നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയുടെ കീഴിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഈ പ്രോഗ്രാം കൊണ്ടുവരാനുള്ള മറ്റൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ആ സമയത്തൊക്കെ ഒരു വട്ടം നമ്മൾ കാനഡയിൽ എത്തിക്കഴിഞ്ഞ ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനൊക്കെ ആയിട്ട് പോലും വളരെ റെസ്ട്രിക്ഷനുള്ള സമയമായിരുന്നു. കാരണം കോവിഡിൻ്റെ ഒക്കെ ഒരു സമയമായതുകൊണ്ട് തന്നെ
ആൾക്കാർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു അവസ്ഥ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കാനഡ ഗവൺമെൻറ് എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ശരി, നിങ്ങൾക്ക് ഇവിടെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്കൊരു ജോബ് ഓഫർ തരികയാണെങ്കിൽ, അതായത് ക്ലോസ് വർക്ക് പെർമിറ്റിലുള്ള ഒരു ജോബ് ഓഫർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറയുന്ന വിസിറ്റിംഗ് വിസ എന്നുള്ളത് നിങ്ങൾക്കൊരു ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ ഒരു പാത്വേ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞ് 2020 ഇവിടുത്തെ ഗവൺമെൻറ് നടത്തിയ പുതിയൊരു സംഭവമായിരുന്നു വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ്. അത് എന്തായാലും ഗവൺമെൻറ് ഇന്നലത്തോടു കൂടി അത് നിർത്തി. അന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2025 ഓഗസ്റ്റ് വരെ അതിൻ്റെ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് 28-ാം തീയതി, കഴിഞ്ഞ ദിവസം 28-ാം തീയതി അത് എന്നേക്കുമായിട്ട് നിലച്ചു. അങ്ങനെ ആ ഒരു പ്രോഗ്രാം അവസാനിച്ചു. ഈ വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നല്ല വശവും ചീത്ത വശവും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ ചെയ്യുകയുണ്ടായി. കുറച്ച് നാളുകൾക്ക് മുൻപ് ആരെങ്കിലും പറയുകയാണ് നീ ഇങ്ങോട്ട് കയറി പോകുന്നവരെ ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ലെറ്ററെല്ലാം തരാം, നിങ്ങൾക്ക് ഇവിടെ വിസിറ്റിംഗ് വിസ വന്ന ശേഷം നിങ്ങൾക്ക് ഈ വിസിറ്റിംഗ് വിസ എന്നുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വർക്ക് പെർമിറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ആരെങ്കിലും അന്ന് സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ കാനഡയിലേക്ക് കയറി പോകുന്നവരെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വേണ്ട പേപ്പറെല്ലാം ഞങ്ങൾ തരാം, വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളൂ, ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് അത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പറയുകയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിലൊന്നും പോയി പെടരുത്. ഇനി മുതൽ ആ ഒരു പ്രോഗ്രാം, അതായത് വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം വാലിഡ് അല്ല. കാനഡ ജോബ് മാർക്കറ്റ് വളരെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ജോലി ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി എല്ലാം മാറി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കാനായിട്ട് വളരെ കഷ്ടമാണ്. ഇവിടെയുള്ള PR ഹോൾഡേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇവിടെയുള്ള സിറ്റിസൺ ആയിക്കോട്ടെ അവർക്ക് വരെ ജോലി ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് പുറത്തുള്ളവരെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഇവിടെ ഈ രാജ്യത്തുള്ളവർക്ക് ജോലി ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്നൊക്കെ കൊണ്ടാവാം ഈ ഒരു പാത്വേ കട്ട് ചെയ്യാനുള്ളൊരു കാരണം. ഗവൺമെൻറ് ഈ വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ് എന്നുള്ള ആ ഒരു പാത്വേ എടുത്തു കളഞ്ഞാലും ഇപ്പോഴും ആ ഒരു പാത്വേയിൽ 2 ചെറിയ ലൂപ്പ് ഹോൾ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ആ ഒരു ലൂപ്പ് ഹോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അത് എപ്പോൾ വേണമെങ്കിൽ എടുത്ത് കളയാം. ആ 2 ലൂപ്പ് ഹോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തുടർന്നായിട്ടുള്ള വീഡിയോയിൽ പറയാം. ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തുടർന്നും ഈ വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ് എന്നുള്ള രീതിയിൽ ഇനിയും നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുന്നതാണ്. ആദ്യത്തെ ലൂപ്പ് ഹോൾ ഫ്ലാഗ് പോളിംഗ്. ഈ ഫ്ലാഗ് പോളിംഗ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാനഡയിൽ വിസിറ്റിംഗ് വിസയിൽ വരുന്നു. വിസിറ്റിംഗ് വിസയിൽ വന്ന ശേഷം നിങ്ങൾ തൊട്ടടുത്ത രാജ്യമായ US നിങ്ങൾ ഒന്ന് ക്രോസ് ചെയ്യാൻ നോക്കുന്നു. ക്രോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ വിസ ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് കാനഡയിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ കാനഡ ബോർഡർ സർവീസ് ഏജൻസി ഉണ്ട്. ആ ഏജൻസിയിൽ നിങ്ങൾക്ക് പറയേണ്ടി വരും എന്താണ് നിങ്ങൾ തിരിച്ച് ഇവിടെ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്നുള്ളത് അവിടെ ചോദിക്കുകയോ അല്ലെങ്കിൽ അവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അവിടെ കൊടുക്കേണ്ടി വരും. ആ എക്സ്പ്ലനേഷനൊക്കെ നിങ്ങൾ അവർക്ക് സാറ്റിസ്ഫാക്ടറി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാം. ഇനി നേരെ മറിച്ച് ഇതിൽ എന്തെങ്കിലും ഇൻറ്റൻഷൻ അവർക്ക് തോന്നുകയാണ് ഇവരിവിടെ ശരിയായിട്ടുള്ള ഇൻറ്റൻഷൻ അല്ല ഇവനുള്ളത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇത് ക്യാൻസൽ ആവുകയും ചെയ്യും. തിരിച്ച് നിങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാം. ഫ്ലാഗ് പോളിംഗ് എന്ന് പറയുന്ന ലൂപ്പ് ഹോൾ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. നാളെ ചിലപ്പോൾ ഈ ഫ്ലാഗ് പോളിങ്ങിൽ മാറ്റം വന്നേക്കാം. കനേഡിയൻ വിസിറ്റിംഗ് വിസയുള്ള ഒരു വ്യക്തിക്ക് കാനഡയുടെ പുറത്ത് നിന്നുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇവിടെ കാനഡയിൽ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ലൂപ്പ് ഹോളും ഇപ്പോഴും ഓപ്പൺ ആണ്. അതും ഈ പറഞ്ഞ പോലെ നാളെ വേണമെങ്കിൽ മാറിയേക്കാം. പക്ഷേ കറൻ്റ്ലി നമുക്ക് ആ ഒരു ലൂപ്പ് ഹോൾ വഴി വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 ദിവസം മുൻപ് കാനഡ ഗവൺമെൻറ് വിസിറ്റിംഗ് വിസ ടു വർക്ക് പെർമിറ്റ് എന്നുള്ള ആ ഒരു പാത്വേ എന്നേക്കുമായിട്ട് അടച്ചു കളഞ്ഞു. അതിനു മുൻപും കാനഡ ഗവൺമെൻറ് പല റെസ്ട്രിക്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഇൻടേക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വരുന്ന പുതിയ റെസ്ട്രിക്ഷൻസ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഓരോരോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെക്കാട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. LMIA പറ്റിയിട്ട് കുറേ വ്യത്യാസങ്ങൾ, കുറേ മേജർ അപ്ഡേറ്റ്സ് ഇവിടുത്തെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ കുറേ പേർക്ക് ഈ LMIA വഴി നമുക്ക് കാനഡയിലേക്ക് എത്താൻ പറ്റും. അടുത്തൊരു പാത്വേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് LMIA ചൂസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ആളുകളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലും കുറേ മേജർ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. LMIയിൽ വന്ന കുറേ റെസ്ട്രിക്ഷൻസിനെ പറ്റിയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതും എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം കാനഡ മലയാളിയുടെ.